കൊല്ലത്ത് നിന്നാണ് സങ്കടകരമായ വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്ത വരുന്നത്. അവിടെ 3ാം ക്ലാസ്സുകാരന് നേരെ രണ്ടാനച്ഛൻ്റെ ക്രൂരത വികൃതി കാട്ടിയതിന് ഈ കൊച്ചുകുട്ടിയെ അയൺ ബോക്സ് കൊണ്ട് പൊള്ളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടിയെ CWCയുടെ സംരക്ഷണയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് പോലീസ്. ഈ കുട്ടിയുടെ അമ്മ വിദേശത്താണ്, അതുകൊണ്ട് ഇപ്പോൾ CWCയുടെ സംരക്ഷണയിലേക്ക് കുട്ടിയെ മാറ്റിയിരിക്കുകയാണ്. മൈനാഗപ്പള്ളി സ്വദേശി കൊച്ചനിയൻ എന്നയാളാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരങ്ങളുമായി അരുൺരാജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺരാജ്, വിവരങ്ങൾ. അരുൺരാജ്. ശ്രീജിത്ത്, ഏറെ സങ്കടകരമായ വാർത്തയാണ്. ഞാൻ ആ ദൃശ്യങ്ങൾ ഒന്നും കൂടി കാണിക്കാം. ഇതാണ് ആ കുഞ്ഞിന് കാലിൽ ആ പൊള്ളലേറ്റു എന്നുള്ള ഭാഗം. അത് ആഴത്തിൽ തന്നെ പൊള്ളലേറ്റിട്ടുണ്ട്. നിലവിലെ ഈ വിവരങ്ങൾ പ്രകാരം, ഈ ദൃശ്യങ്ങൾ പ്രകാരമാണെങ്കിൽ ആഴത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട്. ഇത് CWC ഉദ്യോഗസ്ഥർ ഇപ്പോൾ എടുത്ത ദൃശ്യങ്ങളാണ്. ഈ കുഞ്ഞ് പറയുന്ന പ്രകാരമാണെങ്കിൽ ഈ വീട്ടിൽ കാണിച്ച വികൃതി, അതിനാണ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ഇത്തരത്തിൽ പൊള്ളിച്ചത് എന്നുള്ളതാണ്. ഈ കാലിൽ ആഴത്തിൽ മുറിവേറ്റു. പക്ഷേ ഇതിനുശേഷം പ്രാഥമികമായ ചികിത്സ പോലും ഈ കുഞ്ഞിന് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതിന് തൊട്ട് പിന്നാലെ തിക്കുമ്പ SI നിയാസിന് നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ പ്രതിയെ ഈ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രണ്ടാനച്ഛനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രണ്ടാനച്ഛനെ ഇപ്പോൾ പോലീസ് വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. കുഞ്ഞിനെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. കുഞ്ഞിനെ പ്രാഥമിക ചികിത്സയാണ് ആദ്യഘട്ടത്തിൽ നൽകുന്നത്. തുടർന്ന് CWCയിൽ എത്തിച്ച് ഈ കുഞ്ഞിന്റെ കൂടുതൽ വിവരങ്ങൾ, കുഞ്ഞിൽ നിന്ന് കൂടുതൽ മൊഴിയടക്കമുള്ള കാര്യങ്ങളായിരിക്കും രേഖപ്പെടുത്തുക. ഈ സംഭവം ഞെട്ടലുണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് CWC തന്നെ വ്യക്തമാക്കുന്നത്. കാരണം ഒരു കുഞ്ഞ് വികൃതി കാണിച്ചതിന് ഇത്ര ക്രൂരമായ രീതിയിൽ കുഞ്ഞിനെ എന്തിന് അദ്ദേഹം പീഡിപ്പിച്ചു എന്നുള്ളതാണ്, ഇത്തരത്തിൽ ക്രൂരമായി എന്തിനു ഉപദ്രവിച്ചു എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. കാരണം മുൻപ് ഇത്തരം സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം ഉണ്ടാകും. കാരണം ഇതാദ്യമായിട്ടല്ല എന്നുള്ള ചില വിവരങ്ങൾ കൂടി പോലീസിന്റെ പക്കലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് വിശദമായ മൊഴി ഈ കുഞ്ഞിൽ നിന്നും അതുപോലെ തന്നെ പിതാവിൽ നിന്നും രേഖപ്പെടുത്തും. ഇതിനുശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. നിലവിൽ ഇപ്പോൾ ഈ രണ്ടാനച്ഛൻ കൊച്ചനിയൻ എന്ന മൈനാഗപ്പള്ളി സ്വദേശി കസ്റ്റഡിയിലുണ്ട്. അമ്മ വിദേശത്താണ്. ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നത് അമ്മയുടെ മാതാവും അതുപോലെ തന്നെ ഈ രണ്ടാനച്ഛനും ചേർന്നാണ്. ഇതിനിടയിൽ പെട്ടെന്നുണ്ടായ പ്രൊവോക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് താൻ കുഞ്ഞിനെ ഇത്തരത്തിൽ ചെയ്തു പോയത് എന്നുള്ളതാണ് ഈ കൊച്ചനുജൻ ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന വിവരം, മൊഴിയായി നൽകിയിരിക്കുന്നത്. എന്നാലും വിശദമായ ചോദ്യം ചെയ്യൽ ഉടനുണ്ടാവും. കാരണം ഇക്കാര്യത്തിൽ നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ് പോലീസിനുള്ളത്. അരുൺരാജ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ചെറിയ പൊള്ളലല്ല, ആഴത്തിലുള്ള മുറിവ് തന്നെ, വലിയ മുറിവ് തന്നെ ഈ അയൺ ബോക്സ് വെച്ച് പൊള്ളിച്ചതിന് പിന്നാലെ ആ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട്. കുട്ടിക്ക് പ്രാഥമികമായ ചികിത്സ നൽകുന്നതിന് വേണ്ട നടപടികൾ CWC സ്വീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുട്ടിയിൽ നിന്ന് വിശദമായി വിവരശേഖരണം നടത്തേണ്ടതുണ്ട്. മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ പുറത്ത് ചെയ്തുപോയി എന്നാണ് ഈ കൊച്ചനിയൻ എന്ന് പറയുന്ന ആൾ മൊഴി നൽകിയിരിക്കുന്നത്. കർശനമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാവണം. അരുൺരാജ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.